ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് പറയാൻ പോകുന്നത് ക്രൈസ്റ്റിൻ്റെ വചനങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയുന്ന വചനം പറഞ്ഞു തരാം. ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. യേശു പ്രായത്തോടൊപ്പം ജ്ഞാനത്തിൽ വളർന്നതുപോലെ പരിശുദ്ധാത്മാവെ, എന്നിട്ട് ആ കുട്ടികളുടെ പേരൊക്കെ പറയാം. ജ്ഞാനത്തിൽ വളർത്തണമേ. ജ്ഞാനം 9:4. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. ജ്ഞാനം 9:6. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനല്ലെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ജ്ഞാനം 9:17. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതമാരറിയും. ദാനിയേലിന് ജ്ഞാനവും അറിവും നൽകാൻ വന്ന ഗബ്രിയേൽ മാലാഖയെ എനിക്ക്, അതായത് ഏതാവശ്യമുള്ള കുട്ടിയെന്ന് വെച്ചാൽ അവരുടെ പേര് പറഞ്ഞിട്ട് ജ്ഞാനവും അറിവും നൽകാൻ ഇറങ്ങി വരണമേ. ഉൽപ്പത്തി 41:38-39. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. ജോസഫിനെ പോലെ വിവേകവും ബുദ്ധിയും പരിശുദ്ധാത്മാവെ എനിക്ക്, അതായത് ഏതാവശ്യം എന്ന് വെച്ചാൽ കുട്ടിക്ക് നൽകണമേ. 1 രാജാക്കന്മാർ 3:9-12. സോളമൻ പറഞ്ഞു, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. സോളമന് നൽകിയ ജ്ഞാനവും വിവേകവും പരിശുദ്ധാത്മാവെ എനിക്ക്, അവിടെ ഏത് കുട്ടിക്ക് ആവശ്യം എന്ന് വെച്ചാൽ അത് പറയാ, നൽകണമേ. 1 രാജാക്കന്മാർ 4:29-30. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യ ദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമൻ്റെ ജ്ഞാനം. സകലരെയും അതിശയിക്കുന്ന ജ്ഞാനം പരിശുദ്ധാത്മാവേ എനിക്ക്, അതായത് ആർക്കാവശ്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നൽകണമേ. ദാനിയേൽ 1:17. ദൈവം ഈ 4 യുവാക്കൾക്ക്, അതായത് ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ, എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. ദാനിയേലിനും കൂട്ടുകാർക്കും നൽകിയ വിജ്ഞാനവും അറിവും സാമർഥ്യവും വ്യാഖ്യാനപരവും പരിശുദ്ധാത്മാവേ എനിക്ക്, അതായത് ആർക്കാവശ്യം എന്ന് വെച്ചാൽ ആ കൂട്ടുകാർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. യെശയ്യാ 6:6-7. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്തൊരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതു നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ, അവിടെ ആ കുട്ടിയുടെ പേര് പറയാം, ബൗദ്ധിക മേഖലയെ സ്വർഗീയ അഗ്നിയാൽ ശുദ്ധീകരിച്ച് പ്രകാശിപ്പിക്കണമേ. ജെറമിയ 1:9. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ജ്ഞാനിയാക്കി മാറ്റുന്ന ദൈവവചനങ്ങൾ പരിശുദ്ധാത്മാവെ എൻ്റെ നാവിൽ നിക്ഷേപിക്കണമേ. ഇങ്ങനെ പ്രയർ ചെയ്യണം കേട്ടോ. അത്ഭുതം ഉണ്ടാവും. വിശ്വസിച്ചാൽ അത്ഭുതം കാണും. താങ്ക് യു.